നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ധനസഹായ പദ്ധതികളിലൊന്നാണ് സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതി. നിലവിൽ 2025 സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പദ്ധതി 2026 ഫെബ്രുവരി മാസം മുതൽ അതിന്റെ തുക വിതരണവും ആരംഭിച്ചിരുന്നു. 31 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക്, വനിതകൾക്ക് അവർക്ക് വേണ്ടി സാമ്പത്തിക ധനസഹായമായിട്ട് 1000 രൂപ വീതമാണ് പെൻഷൻ നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 2 ഗഡുക്കൾ കഴിഞ്ഞ പ്രാവശ്യം വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ലഭിക്കുന്ന ഗഡുകളുമായി ബന്ധപ്പെടുത്തി നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അതായത് റിസൾട്ട് എല്ലാം വന്നതിന് ശേഷമുള്ള ഇതിന്റെ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് അറിയുവാനായിട്ടുള്ളത്. സ്മാർട്ട് ഫോൺ വഴി നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ ചേർത്തിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തേത് ഏപ്രിൽ മാസത്തെ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ്. നിലവിൽ വിതരണം ഈ ആഴ്ചയോടുകൂടി ആരംഭിക്കുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത്. അതായത് 13-ാം തീയതി മുതൽ വിതരണ കാര്യങ്ങൾക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നതാണ്. ഏപ്രിൽ മാസത്തെ തുക വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. നിലവിൽ അറിയിപ്പ് വന്നിട്ടുള്ളതാണ്. നിലവിൽ DBT സംവിധാനങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ 18 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഈ ഒരു തുക ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഇതിൽ തന്നെ അർഹതയുള്ളവർ, അതായത് റിജക്റ്റ് ആയവരുണ്ട്, അതോടൊപ്പം തന്നെ അപേക്ഷ മടങ്ങിയവരുണ്ട്. അങ്ങനെയുള്ള അപേക്ഷകൾ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവർക്കും തന്നെ ഈ ഒരു ധനസഹായം എത്തിച്ചേരുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, അപേക്ഷ സമർപ്പിച്ചിട്ട് അപ്രൂവൽ ആയതാണോ അല്ലയോ എന്ന് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ അപേക്ഷ വച്ച് ഓൺലൈൻ സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ വഴി ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത്, ഫോൺ വഴി പരിശോധിക്കുന്ന സംവിധാനം പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള സംവിധാനമായതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വിവരങ്ങളും സേവന എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ പെൻഷൻ വെബ്സൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ പോലുള്ള മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്ന സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ തിരച്ചിൽ എന്ന് പറയുന്ന ഒരു പ്രധാന സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള പെൻഷൻ ഐഡിയോ അല്ലെങ്കിൽ നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ആധാർ നമ്പറോ അതല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ഇവിടെ പരിശോധിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നിലവിൽ നമുക്ക് എത്ര ഗഡുക്കൾ ലഭ്യമായിട്ടുണ്ട് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അത് ക്രെഡിറ്റ് ആയ അക്കൗണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടെ കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്രൂവ് ആയിട്ടുണ്ട് എങ്കിൽ അതിന്റെ വിവരങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മെയ് മാസം മുതൽ, അതായത് ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്ന ശേഷമുള്ള പെൻഷന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നാണ് ഒരുപാട് പേർക്ക് സംശയങ്ങളുള്ളത്. പുതിയ സർക്കാർ വരുമ്പോൾ പദ്ധതി നിർത്തലാക്കുമെന്നൊക്കെ പല രീതിയിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഈ പദ്ധതി ഇനി തുടരുമോ അല്ലയോ എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി സർക്കാരാണ് തീരുമാനിക്കുന്നത്. പ്രധാനമായിട്ടും സർക്കാർ മന്ത്രിസഭയിൽ അംഗീകാരം നൽകി സർക്കാർ ഉത്തരവിലൂടെ നടപ്പിലാക്കി വരുന്ന പുതിയൊരു പെൻഷൻ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നെങ്കിലും ഈ ഒരു പദ്ധതി തുടരുക തന്നെ ചെയ്യുന്നതാണ്. അതുമാത്രവുമല്ല, വലിയൊരു തുക തന്നെ ഈ ഒരു പദ്ധതിയിലൂടെ രൂപീകരണത്തിനും നടത്തിപ്പിനും വേണ്ടി ചിലവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി നിർത്തലാക്കുന്നതല്ല. തുക ഒരുപക്ഷെ വർദ്ധിപ്പിക്കുകയോ, അതായത് 2000 രൂപ വരെയൊക്കെ ആക്കുകയോ, അതോടൊപ്പം തന്നെ APL വിഭാഗത്തിലെ കാർഡുകളൊക്കെ അപേക്ഷ വയ്ക്കുവാൻ അർഹത നൽകുകയൊക്കെ ചെയ്യുവാനായിട്ട് പുതിയ സർക്കാരിന് സാധിക്കുന്നതാണ്. ഈ രീതിയിൽ പദ്ധതിയിൽ വിപുലീകരണങ്ങൾ സാധ്യമാണ്. പദ്ധതി നിർത്തുന്നില്ല, പകരം കൂടുതൽ ഭേദഗതിയോടുകൂടി നടപ്പിലാക്കുവാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ കൂടുതൽ ആളുകൾക്ക് അപേക്ഷ വയ്ക്കുവാനും സാധിക്കുന്നതാണ്. ഇനി അപേക്ഷ വയ്ക്കാത്തവർക്ക് അവസരമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.